ഹലോ ഗൈസ്, നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചായക്കൊപ്പം കഴിക്കാനുള്ള ഒരു കടിയാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ചക്കക്കുരു എടുത്തിട്ട് കുക്കറിൽ ഇട്ട് വേവിക്കണം. വെള്ളം ഒഴിച്ചിട്ട് ഒരു ഫുൾ ഫ്ലെയിമിലിട്ട് 2 വിസിലൊക്കെ മതിയായിരിക്കും. അത് അവിടെ ഇരുന്ന് വേവുന്ന സമയം നമുക്ക് കുറച്ച് സവാള എടുത്ത് കുനുകുന അരിയണം. പിന്നെ കുറച്ച് ഇഞ്ചി എടുത്ത് കുനുകുന അരിയണം. പിന്നെ ഒരു പച്ചമുളക് എടുത്ത് അരിയണം. അത് എരിവിനനുസരിച്ച് വേണം ഇടാൻ. പിന്നെ കുറച്ച് കറിവേപ്പില എടുത്ത് കുനുകുന അരിയണം. അതുപോലെ തന്നെ നമ്മുടെ ചക്കക്കുരു എല്ലാം ഇവിടെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനിയുള്ള പരിപാടി എന്ന് വെച്ചാൽ അതിൻ്റെ തൊലിയെല്ലാം നമ്മൾ ഉരിച്ച് കളയണം. ആ വൈറ്റ് തൊലി മാത്രം ഉരിച്ചാൽ മതി. ബ്രൗൺ കളർ ഉരിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ബ്രൗൺ കളർ തൊലി ഉരിക്കാത്തതാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് ആ ചക്കക്കുരു എല്ലാം കൂടെ നമ്മൾ മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അരച്ച് വെച്ച ചക്കക്കുരു എല്ലാം കൂടെ ഒരു പാത്രത്തിലോട്ട് ഇടണം. അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച സവോള അരിഞ്ഞ് വെച്ച സാധനം എല്ലാം കൂടി ഇടണം. ഇനി അതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് നുള്ളു മഞ്ഞപ്പൊടി ഇടണം. 2 സ്പൂണൊക്കെ മതിയായിരിക്കും. പിന്നെ കുറച്ച് മുളക് പൊടി ഇടണം. 2 സ്പൂണൊക്കെ മതിയായിരിക്കും. പിന്നെ ആവശ്യത്തിനനുസരിച്ച് കുരുമുളക് പൊടി, അത് മുളക് പൊടിയുടെ എരിവിനനുസരിച്ച് വേണം കുരുമുളക് പൊടി ഇടാൻ. പിന്നെ കുറച്ച് മീറ്റ് മസാല ഇടുന്നുണ്ട്. അത് ഞങ്ങൾ ചുമ്മാ ഇട്ടതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. പിന്നെ ഒരു 1/2 സ്പൂൺ അരിപ്പൊടി ഇടണം. പിന്നെ അതുപോലെ തന്നെ കുറച്ച് കടലമാവും, പിന്നെ ആവശ്യത്തിന് ഇച്ചിരി ഉപ്പും കൂടെ. ഇനി കുറച്ച് വെള്ളം ഇങ്ങനെ ചാലിച്ചിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കണം. മിക്സ് ആക്കാനുള്ളൊരു അത്ര ആവശ്യത്തിന് വെള്ളം എടുത്താൽ മതി. കുഴച്ച് ഈ ഒരു പരുവത്തിലേക്ക് ആക്കണം. ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒരു ചീനച്ചട്ടിയിലിട്ട് ചൂടാക്കാൻ വെക്കണം. എണ്ണ ചൂടാകുമ്പോഴത്തേക്കും നമ്മൾ ആക്കി വെച്ചിരുന്ന ആ മാവെല്ലാം കൂടെ ഒരു ചെറിയ ബോളായിട്ട്, ഓരോ കുഞ്ഞു കുഞ്ഞു ബോളായിട്ട് ഇങ്ങനെ എണ്ണയിലോട്ട് ഇടണം. എണ്ണയിലിട്ടിട്ട് നമ്മൾ വറുത്തെടുക്കണം. ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നിർത്തണം. കോരിയെടുക്കാം നമുക്കത്. ഇതാണ് നമ്മൾ ഈസി സ്നാക്ക്. അപ്പോൾ വൈകിട്ട് നല്ല മഴയല്ലേ ഇപ്പം, അപ്പോൾ ഒരു കാപ്പിയൊക്കെ ഉണ്ടാക്കി ഇതും കൂട്ടി അങ്ങോട്ട് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഉള്ളൊക്കെ നല്ല വെന്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ഫ്രണ്ട്സ്.